ഒബിസിറ്റി ആൻഡ് പെയിൻ, അതായത് പൊണ്ണത്തടിയും വേദനകളും എങ്ങനെയാണ് ലിങ്ക്ഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനകൾ കുറിച്ച് പരാതി പറയുന്നത് വണ്ണമുള്ള ആൾക്കാരാണ്. അത് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അത്രയും ഭാരമുള്ള ഒരു ശരീരവും ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് വേദനകൾ കൂടുതലുണ്ടാവുക. ശരിയാണ്. അതായത് ഒരു പൊണ്ണത്തടിയുള്ള ആൾ അല്ലെങ്കിൽ ഒരു അമിതവണ്ണമുള്ള ഒരു വ്യക്തിക്ക് പലതരത്തിലെ വേദനകളായിരിക്കും വരിക. അതായത് തലവേദന ഏറ്റവും കൂടുതൽ അവരിലായിരിക്കും കാണപ്പെടുക. അത് മെറ്റബോളിക് റേറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. കുറേ സ്ട്രെസ്സ് കൂടും അവർക്ക്. വെയിറ്റ് കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണത്. പിന്നെ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള പെയിൻ മസ്ക്യുലോ സ്കെലറ്റൽ പെയിൻസ് അല്ല, അതായത് നമ്മുടെ പേശികളിലും എല്ലുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന വേദനകളാണ് അമിതവണ്ണമുള്ള ആൾക്കാരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് നമ്മളതിന് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട അല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിൻ്റെ എല്ലിൻ്റെ നീളം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ ബോഡി നമ്മൾ മെഷർ ചെയ്യുന്നത് വെയിറ്റും നീളവും കൊണ്ടാണ്, ലെങ്ത്തും കൊണ്ടാണ്. അപ്പം ഇതൊരു സെറ്റാണ്. ആ ഒരു സെറ്റിൽ ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ബോഡിക്ക് ആ ഒരു വെയിറ്റ് താങ്ങുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. പലപ്പോഴും ജോയിൻറ്റ് പെയിൻസ് വരുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, പെട്ടെന്ന് വണ്ണം വയ്ക്കുകയോ പെട്ടെന്ന് പൊക്കം വയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് അവിടെ ഒരു പ്രൊപ്പോർഷനിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതൊരു ആനുപാതികമായിട്ട് അല്ലാതെ ഉള്ള ഒരു വളർച്ച, എല്ലുകളുടെ വളർച്ചയായാലും കൊള്ളാം, മസിൽസിൻ്റെ വളർച്ചയായാലും കൊള്ളാം. ഇപ്പോൾ ചില പിള്ളേർ ചില ഏജിൽ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്, കാലുവേദന, കൈവേദന എന്നുള്ളത്. അതിന് റീസൺ ഈ ഗ്രോത്തിൽ വരുന്ന ഒരു ഇംബാലൻസ് ആണ്. അപ്പം ഇത് തന്നെയാണ് പൊണ്ണത്തടിയുള്ള ഒരാളിനും സംഭവിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ ഹൈറ്റും വെയിറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്മളത് ആ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് ആ ഒരു വ്യക്തിയുടെ വെയിറ്റ് കിലോഗ്രാംസിൽ എടുത്തിട്ട് അതിന് മീറ്റർ സ്ക്വയറിൽ കിട്ടുന്ന ഹൈറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ. ഈ ബോഡി മാസ് ഇൻഡെക്സ് 30 താഴെയാണെങ്കിൽ അതുവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ 30 മേലെ ആയി തുടങ്ങുമ്പോൾ അത് അമിതവണ്ണത്തിലേക്കും, പിന്നെ അതിൽ നിന്ന് കൂടി 35, 40 അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിലേക്ക്, മോർബിഡ് ഒബീസിറ്റി, ഒരു അസുഖം എന്ന് ആയി മാറുന്ന ഒബീസിറ്റിയിലേക്കാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെയും ആ അനുപാതമാണ് പ്രശ്നം. അതായത് എല്ലുകളുടെ വളർച്ചയും അവരുടെ ആ ഒരു നീളവും അതിൻ്റെ ആ ഒരു സൈസിനും ആനുപാതികമല്ലാത്ത രീതിയിൽ ശരീരം വളരുക. ശരീരം എന്ന് വെച്ചാൽ മസിൽസും അതിന് ചുറ്റുവട്ടമുള്ള ഫാറ്റും. അപ്പം ഈ വെയിറ്റ് താങ്ങേണ്ടത് ഈ എല്ലുകൾ തന്നെയാണ്. ഈ സ്കെലറ്റൽ സിസ്റ്റം, നമ്മുടെ എല്ലുകളുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ അസ്ഥികൂടം. ഈ അസ്ഥികൂടത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ആ അസ്ഥികൂടം തന്നെയാണ് ഈ എക്സ്ട്രാ വെയിറ്റിനെ താങ്ങേണ്ടത്. അപ്പം നാച്ചുറലി എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് പെയിൻസ് ഉണ്ടാവുക? ഇപ്പം ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയുടെ കൂടെ നമുക്ക് യൂഷ്വലി കാണുന്നത് ഫൈബ്രോമയാൽജിക് പെയിൻസ് എന്നാണ് പറയുക. അതായത് മസിൽസ് എവിടെയാണോ എല്ലുകളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഫൈബേഴ്സ് ഉള്ളത് ആ ഭാഗങ്ങളിലും വേദന. അത് ഒരു മെയിൻ വേദനയാണ്. പിന്നെ ഉള്ളത് റുമാറ്റിക് പെയിൻസ് ആണ്. റുമാറ്റിക് എന്ന് പറയുമ്പം അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട വേദനയാണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഈ അസ്ഥികളുടെ ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് സ്കെലറ്റൽ സിസ്റ്റം ഉണ്ട്. ഈ സ്കെലറ്റൽ സിസ്റ്റമാണ് നമ്മുടെ ബോഡിയെ താങ്ങിക്കൊണ്ട് നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്തൊരു ജോലി ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ബോൺസ്. അപ്പം ഈ പൊണ്ണത്തടി വന്നു കഴിയുമ്പം ഈ ബോൺസ് ക്യാരി ചെയ്യേണ്ട വെയിറ്റ് കൂടുകയാണ്. അപ്പം വെയിറ്റ് ബെയറിങ് ജോയിൻസ് അല്ലെങ്കിൽ വെയിറ്റുകൾ താങ്ങി നടത്തുന്ന ഒരു സെറ്റ് ഓഫ് അസ്ഥികൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സന്ധികൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഒന്ന് നമ്മുടെ നടുവ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് ബോണും താഴെയുള്ള 2 കാല് ആക്സിയൽ നമ്മുടെ നടുക്ക് വരുന്ന ആക്സിയൽ സ്കെൽറ്റനും അതുകൂടാതെ നമ്മുടെ കാലുകളും നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഒരു ബോണാണ് അവിടെ ഇരിക്കുന്ന ഹിപ്പ് ബോൺ. അപ്പം അവിടെ നമുക്ക് ഹിപ്പിൽ നല്ലത് വേദന ഫീൽ ചെയ്യാം. പിന്നത് താഴോട്ടാണ്, കാലുകളിലേക്കാണ് മുട്ടുവേദനയും മെയിനായിട്ട് ഉപ്പൂറ്റി വേദനയും. അപ്പം ഇത്തരം വേദനകളാണ് യൂഷ്വലി ബോൺസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെയിറ്റും റിലേറ്റഡ് ആയിട്ട് വരിക. പിന്നെ ഉള്ളൊരു ഫാക്ട്, ഈ വേദനകൾ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് യൂഷ്വലി നമ്മുടെ ബോൺസിനെ സപ്പോർട്ട് ചെയ്യണ സംഭവങ്ങളാണ്. മസിൽസും ഫൈബേഴ്സും ഒക്കെ നമ്മുടെ ബോൺസിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി വന്നു കഴിയുമ്പോൾ ഈ മസിൽസ് ലാക്സ് ആയി തുടങ്ങും. അതിൻ്റെ ഇടയ്ക്ക് ഫാറ്റ് വന്ന് ആ മസിൽസിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് പിടിച്ചു നിർത്താനുള്ള ആ ഒരു ബലം അതങ്ങ് കുറഞ്ഞിട്ട് മസിൽസ് ശരിക്കും ലൂസ് മസിൽസ്, ഫ്ലാബ് എന്നൊക്കെ പറയില്ലേ, കൊഴുപ്പടങ്ങി ഇങ്ങനെ ലൂസായിട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള
ഒരു മാംസപിണ്ഡം പോലെ ആയി മാറുകയാണ്. അപ്പോൾ മസിൽസിന് നമ്മുടെ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മുട്ടിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മുട്ടിന്റെ മേലെയുള്ള മസിൽസും താഴെയുള്ള മസിൽസും ലൂസായിട്ട് കിടക്കുകയാണ്. അപ്പൊ അവർ മുട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഉപ്പൂറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോഴും ഈ സ്ട്രെസ് മൊത്തം വന്നു ചേരുന്നത് ഈ വലിയ ജോയിൻസിലാണ്. അങ്ങനെയാണ് യൂഷ്വലി ഈ വണ്ണമുള്ള ആൾക്കാരിൽ നടുവ് വേദന, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനങ്ങളാണ് നടുവ് വേദന, മുട്ടുവേദന, ഉപ്പൂറ്റി വേദന. വേദന മാത്രമല്ല, ഇതിൻ്റെ കൂടെ പലപ്പോഴും നീരും വന്നു ചേരാറുണ്ട്. ആ ജോയിൻസിൽ നീര് കാണാറുണ്ട്. എന്നിട്ട് ബേഴ്സൈറ്റിസ് പോലത്തെ കണ്ടീഷൻ, അതായത് ഈ ജോയിൻറ്റിൻ്റെ ബാക്കിൽ കുറച്ച് എന്താ പറയുക, ഒരു സോഫ്റ്റ് ബാഗ് പോലത്തെ പോർഷൻസ് ഉണ്ട്. അത് നമ്മുടെ ജോയിൻറ്റിന് ഒരു കുഷൻ എഫക്റ്റ് തരുന്ന സാധനമാണ്. പക്ഷേ ഈ ജോയിൻറ്റിൽ നീര് വന്ന് കെട്ടി ആ നീരിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ ബേഴ്സയൊക്കെ കൂടെ വന്ന് വീങ്ങി ആ പെയിനും കൂടെ വരാൻ തുടങ്ങും. അപ്പോൾ കാൽമുട്ട് മടക്കാൻ ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കാലൊന്ന് മടക്കി വെച്ചാൽ അത് നീട്ടി വെക്കാൻ പിന്നെ ബുദ്ധിമുട്ട്, തറയിലിരുന്ന ഒരാളുടെ സഹായം ഇല്ലാതെ പൊങ്ങാൻ പറ്റാണ്ട് വരിക. അപ്പം ഇതൊക്കെ വരാനുള്ള കാരണം ഈ രീതിയിലുള്ള നീരുകളാണ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻ, അതായത് ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു നാശം സംഭവിക്കുന്നതിനാണ് നമ്മൾ ഡീജനറേഷൻ എന്ന് പറയുക. അപ്പോൾ ജോയിൻസിന്, ഈ ജോയിൻസ് സന്ധികളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ എല്ലുകൾ കൂടി ചേരുന്ന ഒരു ഭാഗത്തെയാണ് സന്ധി എന്ന് പറയുക. അപ്പൊ സന്ധികളിൽ ഈ എല്ലുകൾ തമ്മിൽ ഒരു നിശ്ചിത അകൽച്ചയും അവ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് അവിടെ ഒരു ലൂബ്രിക്കൻറ്റും, നമ്മൾ ഈ മെഷീനറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സ്പേസും ലൂബ്രിക്കൻറ്റും, കുറേ മെനിസ്കൈ, മുട്ടിലൊക്കെ ആണെങ്കിൽ മെനിസ്കൈ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലിഗമെന്റ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെയും പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വെയിറ്റ് കൂടുമ്പം ഈ ജോയിന്റ് സ്പേസ് ഒന്നും ബോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബോഡി വെയിറ്റ് താഴോട്ട് ഇടിയുമ്പം ഈ സ്പേസ് ഒക്കെ റിഡ്യൂസ് ചെയ്ത് എല്ലുകൾ തമ്മിൽ അടുത്ത് വന്ന് അവ തമ്മിൽ ഒരസത്തക്ക വിധത്തിൽ വന്നു കഴിയുമ്പം അതുകൊണ്ടൊരു വേർ ആൻഡ് ടയർ ഉണ്ടാവും. എന്താ പറയുക, നമ്മളൊരു സാധനം കുറേ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്നതായ ചെറിയ ചെറിയ നഷ്ടങ്ങൾ. അപ്പോൾ ഈ വേർ ആൻഡ് ടയർ ഉണ്ടായി കഴിയുമ്പം ഈ ജോയിൻസിലൊക്കെ ജോയിൻറ്റ് സ്പേസ് റിഡക്ഷൻ, ഈ സ്പേസ് ചെറുതായി വരികയും അവർ തമ്മിൽ മുട്ടുമ്പോൾ ഭയങ്കര ഇലക്ട്രിക് ലൈക്ക് പെയിൻസ് എന്നാണ് പറയുക. നമുക്കൊരു കറണ്ട് അടിക്കുന്ന പോലത്തെ വേദനയായിരിക്കും മുട്ടിലും ഉപ്പൂറ്റിയിലും ഒക്കെ തോന്നുന്നത് ചില സമയത്ത്. എന്നിട്ട് ഈ ജോയിൻസിന് അവിടെ ചെറിയ ക്ഷതങ്ങൾ വന്നിട്ട് ആ ജോയിൻസ് പോറസായി മാറുകയാണ്. കാൽഷ്യം ഒക്കെ കുറയും. ബോഡി വെയിറ്റ് കൂടി ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പർ അല്ലാണ്ടായി കഴിയുമ്പോൾ കാൽഷ്യം മെറ്റബോളിസത്തെ അത് ബാധിക്കും. അപ്പം കാൽഷ്യം കുറയുമ്പോൾ ബോഡിയിൽ സ്റ്റോർസിൽ കാൽഷ്യം ഉള്ളതെന്ന് വെച്ചാൽ ബോൺസിലാണ്, എല്ലുകളിൽ മാത്രമാണ് നമ്മുടെ ശരീരം കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബ്ലഡിലേക്ക് വേണ്ട കാൽഷ്യം ബോൺസിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എന്താ പറയുക, സന്ധികൾക്ക് തേയ്മാനം വന്ന് തുടങ്ങും. അങ്ങനെ ഈ തേയ്മാനവും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ വേദനകൾ സ്ഥായിയായ വേദനകളായി മാറും. അപ്പോൾ ഈ തേയ്മാനം പലപ്പോഴും നമ്മളൊരു ഓർത്തോയിൽ കൊണ്ട് കാണിച്ചാൽ തേയ്മാനം ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് സംഭവിച്ചു, പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ മരുന്നുകളുടെ സഹായത്തോടുകൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തേയ്മാനം അല്ലെങ്കിൽ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് പിന്നെ കൂടാതെ നോക്കണം. അതുകൂടാതെ അവിടെ കുറേ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വരാറുണ്ട്. ഈ ബോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കുറച്ച് കാൽഷ്യം ഡെപ്പോസിറ്റ്സ്, അത് അൺവാണ്ടഡ് ഡെപ്പോസിറ്റ്സ് ആണ്, അതിൻ്റെ ആവശ്യമില്ല അവിടെ. അപ്പോൾ അത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നടക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ അകത്ത് ഒരു ക്രാക്ലിംഗ് സൗണ്ട് പോലെ, അകത്ത് ഒടിയണ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു കിരീരാന്നൊരു ശബ്ദം കേൾക്കുന്ന ഈ പരാതികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ വരും. അപ്പോൾ ഈ കാൽഷ്യം ഒക്കെ റീഅബ്സോർബ് ചെയ്യാനും ബോൺസിലെ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ യൂഷ്വലി മരുന്നുകൾ കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. വെയിറ്റ് റിഡ്യൂസ് ചെയ്തേ പറ്റൂ. പക്ഷെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു പരിധിക്കപ്പുറം, ഈ പൊണ്ണത്തടിയുള്ള ആൾക്ക്, ഓവർ വെയിറ്റിനേക്കാളും പൊണ്ണത്തടിയുള്ള ആൾക്ക് ഒരു പരിധിക്കപ്പുറം എക്സസൈസസിന് റിസോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ശരീരം നോർമലി തന്നെ എല്ലുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ പുറത്തൂടെ എക്സസൈസിൻ്റെ ലോഡും കൂടെ ഇടാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് സപ്പോർട്ടീവായിട്ട് കുറച്ച് മാനേജ്മെൻറ്റ് പാർട്ടാണ് ചെയ്യേണ്ടത്. ഡയറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾ, വെയിറ്റ് കുറയത്തക്ക ഡയറ്റ് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും ഡയറ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് കുറയത്തക്ക ഡയറ്റ് എന്ന് കേട്ട ഉടനെ ആൾക്കാർ ഫുഡെല്ലാം കട്ട് ഷോർട്ട് ചെയ്ത് ഒട്ടും ഫുഡില്ലാണ്ടായി മാറും. അങ്ങനെ ചെയ്താൽ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങളായിരിക്കും വരും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ ഈ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും നീ ക്യാപ്പ് അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ട്, വേസ്റ്റ് ബാൻഡ്സ്, ആങ്കിൾ സപ്പോർട്ട്സ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ, ബാൻഡേജസ് ഒക്കെ കിട്ടും. നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ജോയിൻസിന് ഈ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം
നടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാൻ. അപ്പം അത്രയും കൂടി അതിലോട്ടൊരു ക്ഷതം വരാതിരിക്കും, അത്രയും കൂടി ഹാം വരാതിരിക്കും. അതിൽ ചെറിയ ചെറിയ മൂമെൻറ്റ്സിൽ തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ കുറച്ച് നടക്കുക, കുറച്ചിരിക്കുക, ചെറിയ ജോയിൻറ്റ്സ് മൂവ് ചെയ്യുക, അങ്ങനെ ചെയ്ത് വെയിറ്റ് കുറയുന്ന മാത്രയിൽ നമ്മുടെ എക്സസൈസസിൻ്റെ ആ ഒരു സ്പാൻ അല്ലെങ്കിൽ ഒരു എത്ര സമയമാണോ നമ്മൾ ചെയ്യുന്നത് അത് കുറച്ച് കുറച്ച് കൂട്ടി കൊണ്ടുവന്ന് ഒരു 1/4 മണിക്കൂറോ 1/2 മണിക്കൂറോ ഒക്കെ പതുക്കെ പതുക്കെ നടന്ന് അങ്ങനെ മൂവ്മെൻറ്റ്സ് വന്ന് ചേർന്നാൽ മാത്രമേ നമുക്ക് ഈ ജോയിൻറ്റ് പെയിൻസിനെയും ഒബീസിറ്റിനെയും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് മസ്റ്റായിട്ടും ചെയ്തേ പറ്റൂ. പലരും വെണ്ണമാണെന്ന് പറഞ്ഞ് പാല് പൂർണ്ണമായിട്ടും അങ്ങ് നിഷേധിച്ചേക്കുക, വേണ്ട പാല് കുടിച്ചാൽ വണ്ണം വെക്കും. പക്ഷെ പാലിലുള്ള കാൽഷ്യം ഓൾമോസ്റ്റ് ഇന്നെവിറ്റബിൾ ആണ്, നമുക്കത് വേണം. എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ബോഡിയിലെ കാൽഷ്യം മെറ്റബോളിസം ഏറ്റവും കൂടുതൽ എന്താ പറയുക കോംപ്രമൈസ്ഡ് ആയി പോകുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ എന്തോ പ്രായമായ ആൾക്കാർ പാല് കുടിക്കുന്നത് അപരാധം പോലെ, പാല് കുടിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യം. പക്ഷെ പാലൊരു ഹോൾസം ഫുഡാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്നും പറഞ്ഞ് ഒരിക്കലും പാട മാറ്റിയിട്ട് അതിൽ ഫാറ്റ് മാറ്റിയിട്ടൊക്കെ കഴിക്കാം, പാല് കഴിക്കാവുന്ന. അപ്പം കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യണ പാലും പാൽ പ്രോഡക്ട്സും തൈരും ഒക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. യോഗേർട്ട്, തൈര് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയ മത്സ്യങ്ങൾ, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള കറച്ചി, നമുക്ക് അങ്ങനത്തെ കുറേ ഫുഡ് നമുക്ക് ഓൾറെഡി നമ്മുടെ കേരള മെനുവിൽ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അവയെല്ലാം നമ്മൾ നന്നായിട്ട് കഴിക്കുക. അത്യാവശ്യം ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക. ചെറിയ തോതിൽ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജോയിൻറ്റ്സ് സ്റ്റിഫായി പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ വരെ പൊണ്ണത്തടിക്കാർക്ക് വന്നു ചേരാറുണ്ട്. അപ്പം അത്യാവശ്യം ചെറിയ മൂവ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ കീഴിൽ, ഇപ്പം നമ്മൾ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുത്തിട്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ കീഴിൽ മെഡിസിൻസ് എടുത്തുകൊണ്ട് തന്നെ ഡയറ്റും ഫോളോ ചെയ്ത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സും ഫോളോ ചെയ്താൽ നമുക്ക് ഈ ജോയിൻറ്റ് പ്രോബ്ലംസ്, ഈ സന്ധികളിലെ വേദനയും നീർക്കെട്ടും അത് അനക്കാൻ പറ്റാതെ വരുന്ന സ്റ്റിഫ്നെസ്സും, മടക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലംസിൻ്റെ വെയിറ്റിൻ്റെ കൂടെ തന്നെ അതും കുറച്ച് പരിഹരിച്ച് അത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ.